കണവ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാം എന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യമായി കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം. ഈ ഒരു ഭാഗത്തെ തൊലി മുഴുവനായി കളയണം. ആദ്യം ഇത് കൈകൊണ്ട് നമ്മൾ നന്നായി വൃത്തിയാക്കി എടുക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തെ തൊലി നന്നായി എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു താഴെ ഭാഗത്ത് വൃത്തിയാക്കാം. ആദ്യം മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം എല്ലാം നീക്കം ചെയ്യുക. എന്നിട്ട് ആ വെളുത്ത നിറത്തിൽ കാണുന്നത് വരെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഒരു കാണിക്കുന്ന അതേപോലെ തന്നെ ഈ ഒരു തൊലി, ഈ ഒരു മുകൾ ഭാഗത്തെ തൊലിയൊക്കെ പൂർണ്ണമായി എടുത്ത് കളയുക. ഇപ്പോൾ ഈ മുകൾ ഭാഗം നന്നായി വൃത്തിയാക്കിയിരിക്കുകയാണ്. ഈ കൈ കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ എല്ലാ കറുത്ത ഭാഗങ്ങളും നമ്മൾ നന്നായി വൃത്തിയാക്കി വെള്ളത്തിൽ കഴുകിയെടുത്തു. അതിനുശേഷം ഈ ഒരു താഴെ ഭാഗത്ത് നമുക്ക് വൃത്തിയാക്കാം. ഈ ഒരു താഴെ ഭാഗത്ത് ഈ കാണുന്ന ഈ ഒരു ഭാഗം സാധാരണ ഉപയോഗിക്കാറുണ്ട്. കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത്, അതായത് റോസ്റ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗം ഉപയോഗിക്കാതെ കളയുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതായത് ഈ ഒരു ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം അതിന് താഴെ കാണുന്ന ഒരു മഷിയുള്ള ഭാഗം സാധാരണ നീക്കം ചെയ്യണം. അതായത് ഇതിൻ്റെ ഉൾവശത്ത് കാണുന്ന ഈ ഒരു മഷിയോടുള്ള ഈ ഒരു ഭാഗം കളയുകയാണ് പതിവ്. ഈ പൂ പോലുള്ള മുകളിലത്തെ ഭാഗം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്ലാസ് പോലുള്ള ഒരു ഭാഗം കാണാം, അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യുക. ഈ ഒരു ഭാഗം അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മറ്റ് മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുക. ഈ ഒരു ഭാഗത്തെ ആ ഒരു മഷിയുള്ള ഭാഗമൊക്കെ വയറിന് കേടുവരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യാനുസരണം ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പല രീതിയിലും, അതായത് പല ഷേപ്പിലും ഇത് കറി വെക്കാറുണ്ട്. അതായത് സ്ക്വയർ ഷേപ്പിലും ഇതേപോലെ റിങ് പോലെയും എല്ലാം നമ്മൾ ആവശ്യാനുസരണം മുറിച്ച് കറി വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ മുറിച്ച് അതിനുശേഷം നന്നായി ഒന്നോ രണ്ടോ തവണ, അതിലധികം തവണ കഴുകിയതിന് ശേഷം ഇത് നമുക്ക് കറി വെക്കാനോ ഫ്രൈ ചെയ്യാനോ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളിത് കണവ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കണവയും നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ പ്രവാസികൾക്കും വളരെ എളുപ്പത്തിൽ ഇതൊരു വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതേപോലെ കൂടുതൽ എളുപ്പമുള്ള ടിപ്സിനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കുമായി ഷെയർ ചെയ്യുക. താങ്ക് യു.